ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും തന്നെ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ ഈ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ എന്നൊക്കെ. എന്നാൽ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളെ പെട്ടെന്ന് തന്നെ വിട്ടിട്ട് പോകുമോ എന്നറിയാനുള്ള ചില ലക്ഷണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ആ ഒരു പെൺകുട്ടി നിങ്ങളെ വിട്ടുപോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് എന്നതിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, ഒരു കാര്യവുമില്ലാതെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ എപ്പോഴും ദേഷ്യം പിടിപ്പിക്കും എന്നതാണ്. അതായത് ആ ഒരു പെൺകുട്ടി ഒരാവശ്യമില്ലാതെ മാക്സിമം അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യും. അതിൽ നിങ്ങളെയും വേറൊരു പെൺകുട്ടിനെയൊക്കെ കൂട്ടി പറയും. ഇങ്ങനെ പല പല കാര്യങ്ങൾ ആ ഒരു പെൺകുട്ടി ചെയ്യും. ഒരാവശ്യമില്ലാതെ എപ്പോഴും വഴക്കുണ്ടാക്കും. ഇങ്ങനെ കുറേ നാളായി കഴിയുമ്പോഴത്തേക്കും നിങ്ങളും മടുക്കും. അപ്പോൾ നിങ്ങളായിട്ട് അവളെ വേണ്ട എന്ന് വെച്ചിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഒരാവശ്യമില്ലാതെ ആ ഒരു പെൺകുട്ടി എപ്പോഴും നിങ്ങളുടെ പിറകെ നടന്നിട്ട് നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നത്. നിങ്ങൾ ദേഷ്യം പിടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്താണെങ്കിലും അവൾ നന്നായിട്ട് വഴക്ക് പറയും, അല്ലെങ്കിൽ പിണങ്ങി പോവുകയൊക്കെ ചെയ്യും. ഇതാണ് ആ ഒരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്നത്. ഇതിനാണ് ഒരു പെൺകുട്ടി ഒരാവശ്യമില്ലാതെ എപ്പോഴും ഒരു പുരുഷന്റെ പുറകെ പോയിട്ട് ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, എപ്പോഴും നിങ്ങളോട് വഴക്കിടും എന്നതാണ്. അതായത് നിങ്ങൾക്ക് ഒരു സമാധാനവും തരത്തില്ല. നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടിയായിരിക്കും. ഇങ്ങനെ ഒരാവശ്യമില്ലാതെ എപ്പോഴും വഴക്കിട്ടുകൊണ്ടേയിരിക്കും. വഴക്കില്ലാത്ത ഒരു ദിവസം പോലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. ഇതിൽ നിന്നും ആ ഒരു പെൺകുട്ടിക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളിങ്ങനെ എപ്പോഴും, അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി നിങ്ങളോടിങ്ങനെ എപ്പോഴും വഴക്കിടുമ്പോഴത്തേക്കും നിങ്ങളുടെ സമാധാനം പോകും. ഒന്നില്ലെങ്കിൽ നിങ്ങൾ അവളെ വേണ്ട എന്ന് വെക്കും, അല്ലെങ്കിൽ മടുത്തിട്ട് നിങ്ങൾ തന്നെ വഴക്കുണ്ടാക്കി പോകും. ഇതിൽ ഏതാണെങ്കിലും ആ ഒരു പെൺകുട്ടിക്കാണ് അവിടെ അഡ്വാൻറ്റേജ് കിട്ടുക. അതായത് അവളും നിങ്ങളും വഴക്കിടുമ്പോഴത്തേക്കും നിങ്ങളായിട്ട് അവളുടെ അടുത്ത് വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ പിണങ്ങിപ്പോണം അവളെ വേണ്ട എന്ന് വെച്ചിട്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഒരാവശ്യമില്ലാതെ എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര സ്നേഹമായിരുന്നു. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിയുടെ സ്വഭാവമൊക്കെ മാറിയിട്ട് ഇതേപോലെ എപ്പോഴും നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നു. അതേപോലെ തന്നെ എപ്പോഴും നിങ്ങളോട് വഴക്കിടുന്നു. ഇതിലൂടെയൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ട കാര്യമെന്ന് പറയുന്നത്, നിങ്ങളായിട്ട് അവളെ വേണ്ട എന്ന് വെച്ചിട്ട് പോകണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ആ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രം നിങ്ങളെ വിളിക്കും. അല്ലാത്തപ്പോൾ നിങ്ങൾ വിളിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ പോലും തിരിഞ്ഞു നോക്കത്തില്ല. പക്ഷെ ആ ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങളെ വിളിക്കും. അതായത് അവൾക്കിപ്പോൾ എന്തെങ്കിലും ഫിനാൻഷ്യലി എന്തെങ്കിലും പൈസയുടെ ആവശ്യങ്ങളോ കാര്യങ്ങളൊക്കെ വരികയാണ്, അപ്പോൾ തന്നെ നിങ്ങളെ വിളിക്കും. എന്നാൽ ആ ഒരു ആവശ്യം കഴിഞ്ഞു, നിങ്ങൾ പൈസയൊക്കെ കൊടുത്തു, അത് കഴിഞ്ഞാൽ ആ ഒരു ആവശ്യവും തീർന്നു, പിന്നെ ആ ഒരു പെൺകുട്ടി നിങ്ങളെ വിളിക്കത്തുമില്ല. ഇങ്ങനെ ആവശ്യത്തിന് മാത്രം ആ ഒരു പെൺകുട്ടി ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു പെൺകുട്ടിക്ക് പഴയതുപോലെ ഒരു സ്നേഹമൊന്നും നിങ്ങളോടില്ല എന്നത്. പിന്നെ പൈസയൊക്കെ വാങ്ങിയിട്ട് തിരികെ തരില്ല, അല്ലെങ്കിൽ ഇങ്ങനെ കടം വാങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാതിരിക്കുക, അത് എപ്പോഴും ഒരു മോശമായിട്ടുള്ളൊരു പ്രവൃത്തി തന്നെയാണ്. ഇപ്പോൾ കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ആരോടെങ്കിലുമൊക്കെ പൈസയൊക്കെ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അതിപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ആ ഒരു പറഞ്ഞ ഡേറ്റിൽ തന്നെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ലവേഴ്സ് ആണെങ്കിൽ പോലും. കാരണം ഒരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അത് പിന്നെ തിരിച്ചു കൊടുക്കുന്നില്ല, എന്താണെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നമ്മളോടുള്ളൊരു ഇമേജ് അതാണ് അവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ നമുക്കൊരു വില ഉണ്ടാകണമെങ്കിൽ ഒരിക്കലും ഇങ്ങനെ പൈസയൊക്കെ വാങ്ങിയിട്ട്, അതായത് കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ ഇരിക്കരുത്. തീർച്ചയായിട്ടും ആ ഒരു കറക്റ്റ് ഡേറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ടൈമിൽ നിങ്ങൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് നോക്കുക. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഹൈഡിങ് ആണ്. ആ ഒരു പെൺകുട്ടി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും മറയ്ക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? പണ്ടൊക്കെ വിളിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുമായിരുന്നു. ഇപ്പോൾ ഒന്നും പറയുന്നുമില്ല, വിളിക്കുന്നുമില്ല, മെസ്സേജ് അയക്കുന്നില്ല. നേരിട്ട് കാണുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ അടുത്തുനിന്ന് മാറിപ്പോകാനാണ് ഇഷ്ടം. ഇങ്ങനെ എപ്പോഴും ആ ഒരു പെൺകുട്ടി നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ മറയ്ക്കുന്നു, ഒന്നും തുറന്നു പറയുന്നില്ല. ഈ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ ഒരു പെൺകുട്ടി നിങ്ങളെ വിട്ടുപോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇത്. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളിൽ എന്തെങ്കിലും ബാഡായിട്ട് കണ്ടാലും ആ ഒരു പെൺകുട്ടി പറയില്ല. അതായത്
നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണെങ്കിൽ പോലും. നിങ്ങൾ ഇട്ടിരിക്കുന്ന കോസ്റ്റ്യൂം അല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഒരു മെനയില്ല, അല്ലെങ്കിൽ ഒരു ഭംഗിയില്ല. ഇത് കണ്ടിട്ടും ആ ഒരു പെൺകുട്ടി മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൾ പറയുന്നു പോലുമില്ല. പക്ഷേ പണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ്യൂം, ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഈ ഒരു പെൺകുട്ടി ശ്രദ്ധിക്കുമായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു ദിവസം ആ ഒരു പെൺകുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുറേ നാളുകളായിട്ട് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുകയാണ്. ഇങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഉറപ്പിക്കാം, ആ ഒരു പെൺകുട്ടി നിങ്ങളെ വിട്ടുപോകുന്നതിൻ്റെ കുറച്ച് ലക്ഷണങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടി നിങ്ങളോട് കാണിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അധികം നാളങ്ങോട്ട് നീണ്ടുപോകില്ല എന്നത്. പിന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ തീരുമാനങ്ങളും ആലോചിച്ച് എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ഒരിക്കലും നിൽക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.